ഹലോ ഡിയേഴ്സ്, പലരും എൻജോയ് ചെയ്യുന്ന ഒരുപാട് സുഖം ലഭിക്കുന്ന ഒരു പൊസിഷൻ തന്നെയാണ് ഡോഗി എന്ന് പറയുന്നത് അല്ലേ. എന്നാൽ ചിലർക്ക് ഇത് ശരിയായ രീതിയിൽ ചെയ്യാൻ അറിയാത്തത് കൊണ്ടോ വളരെയധികം വേദനയുള്ളതൊക്കെ ആയിട്ട് മാറാറുണ്ട്. നല്ല ഡീപ്പായിട്ടുള്ളത്, കൂടുതൽ എന്താ പറയുക, ഒരു ഗർഭിണിയൊക്കെ ആവാൻ ചാൻസ് ഉള്ളതും കൂടുതൽ നല്ല രീതിയിൽ ഉത്തേജനമൊക്കെ കിട്ടാൻ സഹായിക്കുന്ന, ജീനസ് ബോർഡിനെയൊക്കെ ഉത്തേജിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു പൊസിഷൻ തന്നെയാണ് ഇത്. അപ്പം ഇതിൽ നിങ്ങളുടെ കാലുകൾ ചില രീതിയിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ പൊസിഷനിൽ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ പലതരത്തിലുള്ള സെൻസേഷനും അതിൽ നിന്ന് കിട്ടുന്ന പലതരത്തിലുള്ള അസുഖം അനുഭവിക്കാൻ വേണ്ടി പറ്റും. അപ്പം ഇന്നത്തെ വീഡിയോ ഇതിനെപ്പറ്റി. കാലുകളൊരു ചെറിയൊരു അകലം പാലിച്ചിട്ട് ഡോഗി പൊസിഷൻ അല്ലേ ഇങ്ങനെ നിൽക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് എന്താ ഭയങ്കര കംഫർട്ടും ബാലൻസും അധികം വേദനയൊന്നും ഇല്ലാത്ത രീതിയിൽ, അത് ഓരോരുത്തർക്കും ഓരോ കംഫർട്ടാണ് അല്ലേ. ചിലർക്ക് ജസ്റ്റ് താഴോട്ടേക്ക് വെച്ചിട്ട്, അല്ലെങ്കിൽ ചിലർക്ക് ഇങ്ങനെ കൈ കുത്തി നിന്നിട്ട് ഡോഗി എന്ന പൊസിഷന് വേണ്ടിയിട്ട് നിൽക്കുന്ന സമയത്ത് കാലുകൾ കുറച്ച് ഒരു കറക്റ്റായിട്ടുള്ള ഒരു അകലം പാലിക്കുന്ന ആളുകൾക്ക് ഭയങ്കര കംഫർട്ടായിട്ടുള്ളൊരു സെൻസേഷൻ കിട്ടും എന്ന് പറയുന്നത്. അതുപോലെ തന്നെ രണ്ടാമത് അതേ പൊസിഷൻ തന്നെ കാലുകൾ കുറച്ചും കൂടി അകത്തി വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക സെൻസേഷൻ ആയിരിക്കും അവർക്ക് ഫീൽ ചെയ്യുക. സ്റ്റെബിലേഷൻ എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായിരിക്കും. അവർക്ക് കൂടുതൽ പ്രത്യേകമായിട്ടുള്ള വേറൊരു ഉത്തേജനമായിരിക്കും കിട്ടുക. ചിലർക്ക് യോനി ഒരു കുറച്ച് ലൂസായിട്ടുള്ള, ഇങ്ങനെ സാധാരണ നോർമൽ ഡെലിവറി ഒക്കെ കഴിഞ്ഞവർക്ക്, ചിലർക്ക് ചില ലൂസ് ആകാറുണ്ട്, നല്ലൊരു ടൈറ്റിലേക്ക് വരാറുണ്ട്. ഗീഗൽ എക്സസൈസ് ഒക്കെ പോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ലൂസ് ഫീലുള്ള ആളുകൾക്കൊക്കെയാണ് കുറച്ചുകൂടി ടൈറ്റായിട്ടുള്ള ഒരു ലിംഗം പ്രവേശിക്കുമ്പോൾ ടൈറ്റായിട്ട് തോന്നാൻ വേണ്ടിയിട്ട് കാലുകൾ മുട്ടുകൾ അടുപ്പിച്ച് വെച്ചിട്ട് നിൽക്കുന്നത്. അങ്ങനെ അതായത് പങ്കാളിൻ്റെ റിസീവ് ചെയ്യുന്ന പങ്കാളിയുടെ കാൽ രണ്ടും മുട്ടും അടുപ്പിച്ച് വെച്ചിട്ട് നിൽക്കുന്ന ആ പൊസിഷനിലാണെങ്കിൽ കുറച്ചും കൂടി ഒരു ടൈറ്റായിട്ട് അവർക്ക് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് അത് സഹായിക്കും. അതുപോലെ ഇങ്ങനെ ചെയ്യുമ്പോൾ മുട്ടിന് ഹിപ്പിന് താഴേക്കായിട്ട് നിങ്ങൾ തലയിണ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ അവർക്ക് സ്ട്രെയിൻ കുറയും. ഒരു കംഫർട്ടായിട്ട് അതിൽ നിന്ന് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ കാലിനൊക്കെ ഉണ്ടാകുന്ന സ്ട്രെയിനൊക്കെ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി ഇത് സഹായിക്കും. ബാക്കിൽ ഉണ്ടാകുന്ന സ്ട്രെയിൻ കുറയ്ക്കുക മാത്രമല്ല, ആംഗിൾ ഇമ്പ്രൂവ് ചെയ്യാനും ഇങ്ങനെ ചെയ്യുന്നതിലൂടെ സഹായിക്കും. നിങ്ങൾക്കൊരു ഡീപ്പായിട്ടുള്ളൊരു ഉള്ളിലേക്ക് ലിംഗം കയറ്റണം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ ചെസ്റ്റ് ഭാഗം താഴേക്ക്, ഇപ്പോൾ ബെഡിലാണെങ്കിൽ ബെഡിൽ താഴേക്ക് ആക്കിയിട്ട് അവരുടെ ഹിപ്പ് ഭാഗം നല്ല രീതിയിൽ മുകളിലേക്ക് ഉയർത്തി വെച്ചിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര ഡീപ്പായിട്ടുള്ള ഒരു ഉത്തേജനം കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഉത്തേജനം കിട്ടുകയാണ് നിന്നിട്ട്, ഇപ്പോൾ ബെഡിലാണെങ്കിൽ കൈ കുത്തിയിട്ട് അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പിടിച്ചിട്ട് നിന്നിട്ട് ചെയ്യുന്നവർക്ക് വേറെ തരത്തിലൊരു സെൻസേഷൻ ആയിരിക്കും അവർക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റുക. അപ്പോൾ ഇതിൽ ഏതാണ് എന്നുള്ളത് നിങ്ങൾ കണ്ടെത്തുക. നിങ്ങളുടെ പങ്കാളി നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടായത് നിങ്ങൾ രണ്ടുപേരും തന്നെ എടുക്കുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ, ഈ രീതി ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് എല്ലാ പെണ്ണുങ്ങൾക്കും ലിംഗപ്രവേശനത്തിലൂടെ അവർക്ക് മുറിച്ച് കിട്ടുന്നില്ല, അവർക്ക് ക്രിസരിയിലുള്ള ഉത്തേജനം കൂടി വേണം. അപ്പോൾ ആ സമയത്ത് അതും കൂടി ചെയ്യുന്ന തരത്തിലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ നന്നായിട്ട് ഇതിമുറിച്ച് കിട്ടാനൊക്കെ സഹായിക്കും. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ഇഷ്ടം, ഏത് രീതി ചെയ്യുമ്പോഴാണ് രണ്ടുപേർക്ക് സുഖം കിട്ടുന്നത് എന്നുള്ള കാര്യമൊക്കെ ആദ്യം സംസാരിച്ചിട്ട് വേണം. പിന്നെ മസ്റ്റായിട്ട് നിങ്ങൾ വേദന തണ്ടില്ലാതിരിക്കാൻ ലൂബ്രിക്കേഷനൊക്കെ യൂസ് ചെയ്യേണ്ട അത്യാവശ്യമാണ്. ഓക്കെ, വളരെ ഹൈജീനും നീറ്റായിട്ടും ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾക്ക് ആണുങ്ങൾക്കാണെങ്കിൽ കൂടുതൽ സ്ട്രോങ് ആയിട്ടും ലിംഗമൊക്കെ ഒരു സൈഡ് എഫക്റ്റ് ഇല്ലാതെയും ലിംഗം നല്ല സ്ട്രോങ്ങും ഹെൽത്തിയും കൂടുതൽ നേരമൊക്കെ ലിംഗത്തിൽ ഏർപ്പെടാനും അത് സ്കിന്നിൻ്റെയൊക്കെ ഹെൽത്തിന് വേണ്ടിയിട്ടും അതുപോലെ നിങ്ങളുടെ ലിംഗത്തിൻ്റെ യഥാർത്ഥ സൈസിലേക്കും യഥാർത്ഥമായിട്ട് തടിയിലേക്കും നീളത്തിലേക്കും എത്തിക്കാൻ വേണ്ടി സഹായിക്കുന്ന, നിങ്ങൾക്ക് 1-2 യൂസ് അല്ല, ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉപയോഗിച്ച് എല്ലാവർക്കും നല്ല റിസൾട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് വയവേദിൻ്റെ പവർ റോൾ ഓൺ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, ഈ പങ്കാളികൾക്ക് മുമ്പേ പോകുന്ന ആൾക്കാർക്കൊക്കെ ഉണ്ടാവില്ലേ, അവർക്കൊക്കെ അത് റിഡ്യൂസ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. നിങ്ങളുടെ ലിംഗത്തിന് വളരെ സ്ട്രോങ് ആക്കാൻ മസാജിലൂടെ കൂടുതൽ ബ്ലഡ് ഫ്ലോ അങ്ങോട്ടേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട്. ഫാസ്റ്റായിട്ട് അബ്സോർബ് ചെയ്യും കേട്ടോ. ലിംഗത്തിന് ഇങ്ങനെ ഇടതിന് ശേഷം മസാജ് ചെയ്യാവുന്നതാണ്. ഈ തരത്തിലുള്ള സ്കിൻ ടൈപ്പാണ് പെട്ടെന്ന് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ. നാച്ചുറലായിട്ട് തന്നെ ടെസ്റ്റോസ്റ്റെറോണും വൈറ്റാലിറ്റിയൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. ശിലാജിത്ത്, അശ്വഗന്ധ, ഗസ്ഗസ്, അഗാർക്കര, കാംബൂറി
എല്ലാം ഇതിലടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചുരുങ്ങിയൊക്കെ പോയിട്ടുള്ള ലിങ്ക് ഉള്ളവർക്ക് വളരെ എഫക്റ്റീവാണ് കേട്ടോ ഇത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ. ഇത് 2 നേരം നിങ്ങൾക്ക് ഉപയോഗിക്കാം, രാവിലെ വൈകുന്നേരം ഉപയോഗിക്കാം കേട്ടോ. ഇപ്പോൾ സ്വയംഭോഗം ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ ലൈംഗികതയ്ക്കോ ഒരു 5 മിനിറ്റൊക്കെ മുമ്പ് ഇത് യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. അതൊരു പെർഫെക്റ്റ് ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനും നിങ്ങളെ സഹായിക്കും. യഥാർത്ഥ എക്സ്ട്രാ വളരുന്നല്ല കേട്ടോ, യഥാർത്ഥ സൈസിലേക്ക് ചുരുങ്ങിപ്പോയതൊക്കെ എത്തിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഫസ്റ്റ് കമൻറ്റായിട്ടും കൊടുത്തിട്ടുണ്ട്, അതിലൂടെ കയറി പർച്ചേസ് ചെയ്യാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു നെക്സ്റ്റ് ഡേ വിത്ത് എ ന്യൂ ടോപ്പിക്. ബൈ.